അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. റംലാസ് കിച്ചണിൽ നിന്ന് വന്നിരിക്കുന്ന എൻ്റെ റെസിപ്പി എന്ന് പറയുന്ന ഒരു അടിപൊളി ഫുഡിങ്ങാണ്, ബ്രെഡ് ഫുഡിങ്ങാണിത്. പാല്, മുട്ട, അതേപോലെ തന്നെ ബ്രെഡൊക്കെ ഉണ്ടാക്കി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡിങ്ങാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക. എന്നാൽ ശരി, നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയിട്ട് ഒന്ന് ഫുഡിങ് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് തരണേ, അതേപോലെ തന്നെ സപ്പോർട്ടും തരാം, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഫുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ഇതേപോലത്തെ ഞാൻ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. 4 പീസ് ബ്രെഡ്, അതിൻ്റെ 4 വശവും ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതേപോലെ നമ്മൾക്ക് പീസാക്കിയിട്ട് എടുക്കുക. നല്ല എടുത്തതിന് ശേഷം ഞാൻ 4 ബ്രെഡും ഒരേപോലെ ചെയ്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് മാറ്റി വെക്കാം. ഒരു സോസ് പാൻ എടുക്കാം. അതിലേക്ക് ഞാൻ 2 കപ്പ് നമ്മൾ പാലാണ് ഒഴിച്ചെടുത്തിരിക്കുന്നത്. പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാരയും ചേർത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് കൂട്ടാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തിളപ്പിച്ച് കൊണ്ടുവരാം. നമ്മൾ ബ്രെഡൊക്കെ പീസാക്കിയ പാത്രത്തിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഉപ്പില്ലാതെ ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് കൊടുത്ത ശേഷം നമ്മളെ പാലും നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇത് മിക്സാക്കിയിട്ട് എടുക്കണം. നമ്മൾ പാലൊക്കെ നല്ലതുപോലെ ഒഴിച്ച് കൊടുത്ത് എല്ലാ ബ്രെഡിൻ്റെ എല്ലാ വശവും എത്തുന്ന രൂപത്തിൽ ഇതാക്കി എല്ലാം ഇതേപോലെ നല്ലതുപോലെ തന്നെ സെറ്റാക്കിയിട്ട് എടുക്കാം. നമ്മൾ ബ്രെഡൊക്കെ നല്ലതുപോലെ കുതിർന്നിട്ട് ഇതാകുന്നുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു കരാമൽ സോസ് ഉണ്ടാക്കണം. അതിനു വേണ്ടി ഞാനൊരു ഫ്രൈ പാൻ എടുത്ത് അത് ചൂടായി വരുമ്പം അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയും 2 ടേബിൾ സ്പൂണ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ തന്നെ അലിഞ്ഞ് വരുമ്പം അതിലേക്ക് നമ്മളെ ലെമൺ ജ്യൂസാണ് 2 ടോപ്സ്, അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ ചെറുനാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുത്ത് അതേപോലെ എല്ലാം തന്നെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടി നോക്കാം. നമ്മളെ കാരമൽ സോസ് നല്ല കളറൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണം, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കരിയാതെ രൂപത്തിൽ ഈ കളറിൽ തന്നെ എടുത്താൽ മതി. എടുത്തതിന് ശേഷം ഞാൻ ഈ പുഡിങ് ഉണ്ടാക്കുന്നത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ടിന്നിലാണ്. അതിലേക്ക് ഞാൻ ഈ സോസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം എല്ലാ വശവും നല്ലതുപോലെ തന്നെ ചുറ്റിച്ചെടുക്കണം. നമ്മളെല്ലാ ഭാഗവും സോസ് എത്തുന്ന രൂപത്തിൽ വേണം നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാൻ. അതൊക്കെ ചുറ്റിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് 4 കോഴിമുട്ടയാണ്. ആ കോഴിമുട്ട 4ഉം ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ പൊട്ടിച്ചൊഴിക്കാം. എല്ലാ കോഴിമുട്ടയും ഒരേപോലെ തന്നെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും അതേപോലെ തന്നെ 1 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ആ ജാറിലേക്ക് നമ്മൾ നേരത്തെ പാലിൽ കുതിർത്തി വെച്ച ബ്രെഡിൻ്റെ മിക്സും അതേപോലെ ഇപ്പോൾ അടിച്ചെടുത്ത മുട്ടൻ്റെ മിക്സും എല്ലാം കൂടി ഒന്നിച്ചാക്കി നമുക്കിതൊന്ന് അടിച്ച് കൊണ്ടുവരാം. നല്ലതുപോലെ തന്നെ അടിക്കണം, കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ. ബ്രെഡ് ഓൾറെഡി നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് പാലിൽ. നല്ലതുപോലെ തന്നെ അടിച്ച് നമുക്ക് നേരത്തെ നമ്മൾ സെറ്റാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ പാലൊക്കെ നല്ലതുപോലെ തന്നെ നമ്മൾ ബ്രെഡിൻ്റെ മിക്സൊക്കെ നല്ലതുപോലെ ഞാൻ അരച്ചിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ സെറ്റാക്കിയിട്ട് നമുക്ക് എടുക്കാം. സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഈ പുഡിങ് ഉണ്ടാക്കുന്നത് ആവിയിൽ വെച്ചിട്ടാണ് ഇത് പുഡിങ് വേവിച്ചിട്ടെടുക്കുന്നത്. അതിനു മുമ്പ് നമ്മൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഫോയിൽ പേപ്പർ എടുത്ത് നല്ലതുപോലെ തന്നെ കവർ ചെയ്തിട്ടെടുക്കണം. നല്ലതുപോലെ തന്നെ കവർ ചെയ്തതിന് ശേഷം നമ്മൾക്ക് അപ്പച്ചെമ്പിൻ്റെ എന്താ പറയുക, ഇഡലിത്തട്ടിൻ്റെ മുകളിലില്ല, ആ തട്ടിൻ്റെ മുകളിലേക്ക് നമുക്കെല്ലാം വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 35-40 മിനിറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത് വെന്ത് കിട്ടാം. അതിന് ശേഷം ഞാനിതൊന്ന് കുറച്ച് നേരം വരെ ഓഫാക്കി വെച്ചതാണ്. നമ്മളെ പുഡിങ്ങൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ പപ്പടക്കൊള്ളിയോ എന്തെങ്കിലും എടുത്ത് കുത്തി നോക്കിക്കഴിഞ്ഞാൽ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് നന്നായിട്ട് ഇത് തണുപ്പിച്ചിട്ടെടുക്കണം.
അതിന് വേണ്ടി നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ അതേപോലെ 2 മണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുത്ത ഫുഡിങ്ങാണ്. ഇതേപോലെ ഒരു കത്തി കൊണ്ടോ എന്തെങ്കിലും എല്ലാ സൈഡും ഒരേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മളെ ഫുഡിങ്ങൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം ഇത് ചെയ്തെടുക്കാൻ. അത് നല്ല കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും. തണുത്തതിന് ശേഷം നമ്മളെ ഫുഡിങ്ങൊക്കെ ഞാനെല്ലാം തന്നെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ഫുഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് തരണം, സപ്പോർട്ട് തരണം. നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ലൈക്ക് അടിച്ചിട്ട് പോകണം. ഇനിയും ഞാൻ നല്ലൊരു ഇതേപോലെയുള്ള നല്ല നല്ല റെസിപ്പിയായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എല്ലാവരോടും വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങളെ സപ്പോർട്ടാണ് നമ്മൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. എല്ലാവരും എന്നാൽ ശരി, ഇനി നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യു.